നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് ശനിയാഴ്ച വ്രതത്തെക്കുറിച്ചിട്ടാണ്. ശനിയാഴ്ച വ്രതമെടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇലയിടര ശനി, കണ്ടകശനി, ശനിദശ. അപ്പോൾ ഈ ദശാസമയങ്ങളിൽ നമുക്ക് ദോഷാധിക്യമുള്ള സമയമാണെങ്കിൽ നമ്മൾ ഈ ശനിയാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം എന്ന് പറയുമ്പോൾ, ജാതകത്തിൽ ശനി ദുർബലനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ശനിയാഴ്ച വ്രതമെടുത്ത് അത് കണക്ക് തന്നെ ശനിപ്രീതിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വ്രതമനുഷ്ഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും എന്നിവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കണ്ടകശനിയൊക്കെ ആണെങ്കിൽ പോലും നമുക്കൊരു പരിധിവരെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ശനിദശ വരുമ്പോൾ, അല്ലെങ്കിൽ ശനി ഒരു ദുർബലനായ ഒരു വ്യക്തിയാവുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഉറക്കമില്ലായ്മ, അത് കണക്ക് തന്നെ ഈ മാനസിക വിക്ഷോഭങ്ങളൊക്കെ ഈ സമയത്ത് ശനി ദുർബലനാകുന്ന ഒരു വ്യക്തിയാവുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് വരാം. ഇപ്പോൾ നമ്മളവർക്ക് നല്ലൊരു ധൈര്യശാലിയാണെങ്കിൽ ഈ ശനിദശ ജാതക ദുർബലാവുന്ന ഒരു വ്യക്തിയാവുമ്പോൾ നമുക്കൊരു മനക്കരുത്തൊക്കെ തീരെ ഇല്ലാത്ത ഒരു ഇതായിപ്പോവും. നമ്മളെപ്പോഴും ഒരു ദുഃഖിതരാവുകയും എന്തിനും നമുക്കൊരു എന്താ പറയുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു വെപ്രാളം എപ്പോഴും നമുക്കതങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അത് കണക്കിന് നമുക്ക് ഇച്ചിരി തണുത്തതും പഴകിയുമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക, ഇതൊക്കെ ഈ ശനിദശ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് കണക്ക് തന്നെ ഇവർക്ക് എപ്പോഴും എന്ത് കാര്യത്തിനകത്തും ഒരു അടിയുറച്ചൊരു തീരുമാനമെടുക്കാനൊന്നും പറ്റത്തില്ല. എല്ലാം സമാധാനത്തിൽ ഇങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളും ഇതെല്ലാം കാര്യങ്ങളും അത് കണക്കിന് ധനലാഭത്തിനൊക്കെ എല്ലാത്തിനകത്തും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളിലെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം, നമുക്കല്ലെങ്കിൽ ശനിപ്രീതിയുടെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കോണം. പിന്നെ എപ്പോഴും നമുക്കൊരു ഏകാന്തവാസവും ഒരു മൗനമൊക്കെ ആയിരിക്കും. അത് കണക്ക് തന്നെ ശരി ദീക്ഷയൊക്കെ വളർത്തി നടക്കുക, ഇങ്ങനെയുള്ള ഈ സമയങ്ങളെല്ലാം ഈ ശനിദശ സമയമാണ്. അപ്പോൾ ഈ ശനിദശ സമയത്ത് നമ്മൾ ശനിയാഴ്ച വ്രതം പിടിക്കുക. ഈ ശനിയാഴ്ച വ്രതങ്ങളെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ മനപ്രയാസമാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഉറക്കമില്ലായ്മയാണെങ്കിലും, ഇത് എല്ലാം തന്നെ ഈ ശനിയാഴ്ച വ്രതത്തോടു കൂടി നമുക്ക് മാറ്റുവാൻ സാധിക്കും. അത് വിശ്വാസമുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ വ്രതം പിടിക്കണം. ഇപ്പോൾ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലൂണാണ് ഇതിൽ പ്രധാനം. അത് തീർച്ചയായിട്ടും ചെയ്യണം. അതിനുശേഷം നമ്മൾ വ്രതമായിരിക്കണം. രാവിലെല്ലാം ശരീരശുദ്ധി മനഃശുദ്ധികളെല്ലാം വരുത്തി പൂജാ റൂമിലിരുന്ന് നമ്മൾ ശനീശ്വര കീർത്തനങ്ങൾ, അത് കണക്ക് തന്നെ ശ്രീ ശനീശ്വര അഷ്ടോത്തര നാമാവലികളെല്ലാം അതെല്ലാം ചെല്ലണം. ഇതെല്ലാം ചൊല്ലി നമ്മൾ പൂജാ റൂമിലിരുന്ന് ശനീശ്വര പൂജയൊക്കെ അങ്ങോട്ട് നടത്തി നമ്മളങ്ങോട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു ശക്തി കിട്ടും. ആ നാമാവലിയൊക്കെ ചെല്ലുമ്പോൾ തന്നെ ആ ശനീശ്വര പ്രീതി നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അന്നേ ദിവസം നമ്മൾ ശനിയാഴ്ച ദിവസം നമ്മൾ വ്രതമാണെന്നുണ്ടെങ്കിൽ എണ്ണ തേച്ച് കുളിക്കരുത്. ആ ശനിയാഴ്ച ദിവസം അതങ്ങ് മാറ്റിയേക്കണം. പിന്നെ അതേ കണക്ക് തന്നെ അന്നേ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞ കണക്ക് ക്ഷൗരങ്ങളൊന്നും പാടില്ല, വ്രതമായിരിക്കണം. മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ശനീശ്വര നാമാവലികളും സ്തോത്രങ്ങളും കീർത്തനങ്ങളെല്ലാം ചൊല്ലിയതിന് ശേഷം വൈകിട്ട് നമ്മൾ ശാസ്താക്ഷേത്രത്തിൽ പോയി അവിടെ പോയി നീരാഞ്ജനം നടത്തുക. പിന്നെ വേണ്ടുന്ന വഴിപാടുകൾ കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ നമ്മൾ പോകുമ്പോൾ അന്നേ ദിവസം നമ്മൾ തീർച്ചയായിട്ടും കറുത്ത വസ്ത്രമായിരിക്കണം നമ്മൾ ധരിക്കേണ്ടുന്നത്. കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ ശാസ്താക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ശനിദോഷത്തെക്കുറിച്ച് നമ്മൾ അവിടെ പറയുക, ശാസ്താവിനോട് പറയുക. പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നീരാഞ്ജനമൊക്കെ നടത്തുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ശനിദോഷം, അല്ലെങ്കിൽ ആ ഒരു കണ്ടകശനിയുടെ, അല്ലെങ്കിൽ ആ ഏഴര ശനിയുടെ ആ ഒരു അത്രയും വലിയ കാഠിന്യങ്ങളെല്ലാം പെട്ടെന്ന് നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. കാരണം നമ്മൾ വ്രതമെടുത്തെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വ്രതം എടുത്തുകൊണ്ട് മാത്രമായില്ല,
നമ്മൾ രാവിലെ പൂജാ റൂമിലിരുന്ന് നമ്മൾ ശനീശ്വര കീർത്തനങ്ങൾ ചെല്ലണം. അത് തന്നെ ശാസ്ത്ര കീർത്തനങ്ങൾ നമ്മൾ ചെല്ലണം. ഇതൊക്കെ ചെല്ലിയതിന് ശേഷം നമ്മൾ വൈകിട്ട് ശാസ്താ ക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനം കൂടെ നടത്തുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വ്രതം അവസാനിപ്പിക്കാം. പക്ഷേ അതുവരെ നമ്മൾ തീർച്ചയായിട്ടും നല്ല വ്രതത്തോടു കൂടിയിരുന്ന് നമ്മൾ ഇതേ രീതിയിലിരുന്ന് കാര്യങ്ങളെല്ലാം ചെല്ലി നോക്കുക. തീർച്ചയായിട്ടും ശനിയാഴ്ച വ്രതം അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും മാറുന്നതാണ്. കാരണം അത്രമാത്രം നല്ലൊരു വ്രതമാണ് ശനിയാഴ്ച വ്രതം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത്. നന്ദി, നമസ്കാരം.